യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിൽ ഐ ഗ്രൂപ്പിൽ കടുത്ത അതൃപ്തി. അപമാനിച്ചു എന്ന വിലയിരുത്തലിൽ അബിൻ വർക്കി 2 വർഷം മുമ്പ് നിഷേധിച്ച സ്ഥാനം തലയിൽ കെട്ടിവെച്ചു. സംഘടനാ ചട്ടക്കൂടിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റിനേക്കാൾ പ്രാധാന്യം കുറഞ്ഞ പദവിയാണ് ദേശീയ സെക്രട്ടറി എന്ന വിലയിരുത്തൽ. അബിൻ വർക്കി നാളെ രാവിലെ 10 മണിക്ക് മാധ്യമങ്ങളെ കാണും. 24 ബിഗ് ബ്രേക്കിംഗ്. സലീം മാലിക് തിരുവനന്തപുരത്ത് ടെലിഫോണിലുണ്ട്. സലീം, ദേശീയ സെക്രട്ടറി ആക്കി ഒരു സമവായത്തിൽ എത്താനുള്ള ശ്രമം പരാജയപ്പെട്ടോ എന്ന് വേണമോ മനസ്സിലാക്കാൻ? തീർച്ചയായും അബിൻ വർക്കിയെ ദേശീയ സെക്രട്ടറി ആക്കാനുള്ള ശ്രമം അതൊരു സമവായത്തിന്റെ ഭാഗമായിരുന്നു. പക്ഷേ ആ നീക്കം പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ഇപ്പോൾ ഐ ഗ്രൂപ്പിനുള്ളിലെ വിലയിരുത്തൽ അബിൻ വർക്കിയെ മനഃപൂർവ്വമായി പരിഹസിക്കുന്ന നിലപാടാണ്, അപമാനിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് എന്നുള്ളതാണ്. അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് സംഘടനാ ചട്ടക്കൂടിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റിനേക്കാൾ പ്രാധാന്യം കുറഞ്ഞ പദവിയാണ് ദേശീയ സെക്രട്ടറി. ആ ദേശീയ സെക്രട്ടറി സ്ഥാനം 2 വർഷം മുൻപ് അബിൻ വർക്കിയോട് ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടതാണ്. ആ ഘട്ടത്തിൽ അബിൻ വർക്കി ആ പദവി സ്വീകരിച്ചിരുന്നില്ല. അതേ പദവി അതിനുശേഷം വീണ്ടും ഇപ്പോൾ തലയിൽ കെട്ടിവെച്ച് തരികയാണ്. തന്നെ ഒരു സമവായം എന്ന നിലയിൽ തന്നെ പരിഹസിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് എന്നുള്ളതാണ് അബിൻ വർക്കി പറയുന്നത്. ഐ ഗ്രൂപ്പിനുള്ളിലും വലിയ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ഒരുപക്ഷെ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയിരുന്നില്ലെങ്കിൽ പോലും സംസ്ഥാന വൈസ് പ്രസിഡന്റായി നിലനിർത്തിയാൽ പോലും ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതിനു പകരം ഈ തെരഞ്ഞെടുപ്പിൽ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ഏതെങ്കിലും ഭാഗമാകാതെ ബിനു ചുള്ളിയിലിനെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കുകയും പാർട്ടിയിൽ നിലവിൽ ഇതുവരെയും ഇല്ലാത്തൊരു പോസ്റ്റ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായി ആദ്യമായാണ് ഒരു വർക്കിംഗ് വരുന്നത്. അങ്ങനെ ഒരു വർക്കിംഗ് പ്രസിഡന്റിനെ വെക്കുകയും ചെയ്തതിനു ശേഷം നിലവിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പോലും മാറ്റി സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് ാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് പറയുന്നത്. അതിന്റെ ഭാഗമായി അബിൻ വർക്കി നാളെ 10 മണിക്ക് മാധ്യമങ്ങളെ കാണും. ഒരുപക്ഷെ ഒരു പരസ്യമായ പൊട്ടിത്തെറി ഉണ്ടാകുമോ എന്ന് പോലും സംശയിക്കുന്നുണ്ട്. പാർട്ടി തീരുമാനത്തിനെതിരെ അബിൻ വർക്കി സംസാരിക്കുമെന്നാണ് സൂചന. നിലവിൽ അങ്ങനെയാണ്. അതിനിടയിൽ ഇന്ന് രാത്രി ഏതെങ്കിലും തരത്തിലുള്ള അനുനയ ശ്രമങ്ങൾ ഉണ്ടാകുമോ എന്ന് അറിയില്ല. അതുമായി ബന്ധപ്പെട്ട നേതാക്കൾക്ക് തന്നെ ഐ ഗ്രൂപ്പ് ഇതിനോടകം തന്നെ നേതാക്കളോട് ഹൈക്കമാൻഡിനോടൊക്കെ അതൃപ്തി അറിയിച്ചു കഴിഞ്ഞു. ഐ ഗ്രൂപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി KC വേണുഗോപാൽ പാർട്ടിയിൽ തന്നിഷ്ടം കാണിക്കുന്നു എന്നുള്ളതാണ്. ബിനു ചുള്ളിയിലിനെയും ഒപ്പം OJ ജനീഷിനെയും പരിഗണിച്ചതും അവരെ പ്രധാനപ്പെട്ട പദവികൾ നൽകിയതും KC വേണുഗോപാൽ ാണ്. മുൻപെങ്ങും എല്ലാ പദവിയും ഒന്നിച്ച് കൊണ്ടുപോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നില്ല. ഈ മുന്നണി സമവാക്യത്തിലും ഒപ്പം തന്നെ ഗ്രൂപ്പ് സമവാക്യത്തിലും ഒക്കെ നിൽക്കുമ്പോഴും പാർട്ടിക്കുള്ളിൽ എല്ലാവർക്കും വീതം വെപ്പ് കൃത്യമായിരുന്നു. പല കാലങ്ങളിലും അതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായിരുന്നെങ്കിലും പക്ഷേ KC വേണുഗോപാൽ പാർട്ടിയുടെ തലപ്പത്തേക്ക് വരുന്നതിന് പിന്നാലെ എല്ലാ പ്രധാനപ്പെട്ട പദവികളും KC വേണുഗോപാൽ തന്നെ തന്റെ പക്ഷക്കാരെ വീതിച്ചെടുക്കുന്നു. അതിന്റെ ഭാഗമായാണ് 2 പദവികളും KC വേണുഗോപാലിന്റെ തന്നെ പ്രധാനപ്പെട്ട ആൾക്കാർക്ക് അതല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് പങ്കുവെച്ചത് എന്നൊരു പ്രതിഷേധവും പാർട്ടിക്കുള്ളിലുണ്ട്. സ്വാഭാവികമായും ഈ പ്രതിസന്ധി പരിഹരിക്കുക, നിലവിലുള്ള പ്രശ്നങ്ങൾ, യൂത്ത് കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് സമവായ നീക്കം എന്ന നിലയിലാണ് സംസ്ഥാന അധ്യക്ഷന്മാരായി പരിഗണിച്ച 4 പേരെയും വിവിധ പദവികളിലേക്ക് നിയോഗിച്ചത്. പക്ഷേ അത് ഇപ്പോൾ അതിനേക്കാൾ വലിയ പ്രതിസന്ധിയിലേക്ക്, അപമാനിച്ചു എന്ന വിലയിരുത്തലിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു സലീം മാലിക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.